ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എൻ്റെ ചില ഫ്രണ്ട്സ് ചോദിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. എങ്ങനെ ബോട്ടി ഫ്രൈ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ക്ലീൻ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രൊസീജിയറും കൂടി ഞാൻ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ബോട്ടി കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കാരണം ഇതിൽ ക്ലീൻ ചെയ്യുന്നത് വളരെ വലിയൊരു പ്രൊസീജിയറാണ്. പക്ഷെ നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ വളരെ ഈസിയുമാണ്. അപ്പോൾ അതെങ്ങനെയെന്നുള്ളതും കൂടി ഞാനൊരു പ്രത്യേകിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെ ബോട്ടി ഫ്രൈ വളരെ ടേസ്റ്റായിട്ട് നല്ല അടിപൊളി മസാലയൊക്കെ ആയിട്ട് ചെയ്തെടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വരൂ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. Hi friends, welcome to Nuba's Yummy Recipes. Subscribe to Nuba's Yummy Recipes and click on അപ്പോൾ ബോട്ടി ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ആടിൻ്റെ ബോട്ടി അല്ലെങ്കിൽ കുടല് വൃത്തിക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ അടുത്തത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാം ഒന്നിച്ചിടുന്ന സമയത്ത് ഇത്തിരി ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് വേറെ വേറെ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു കുക്കറിലോട്ട് എടുക്കുക. കുക്കറിലോട്ട് എടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 3 സ്പൂണ് മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 4 സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഗരം മസാല 1 സ്പൂണ്, ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലയെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, ഉപ്പ് 2 സ്പൂണ്, ആവശ്യത്തിന് വെള്ളം. ഇത് മുങ്ങുന്നത്രയ്ക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് കുക്ക് ചെയ്യണം. അതായത് 5 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ചെറിയ ഉള്ളി ഒരു 10 ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അമ്മിക്കല്ലിൽ ചതച്ചെടുക്കാം. മിക്സിയിൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി ടേസ്റ്റ് അമ്മിക്കല്ലിൽ യൂസ് ചെയ്യുമ്പോഴായിരിക്കും. ഇനി ഇതിനായിട്ട് നാരങ്ങ ഒരു പാതി, ക്രഷ് ചെയ്ത ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വലിയ ഉള്ളി, പുതിന, മല്ലിയില, തക്കാളി, ഉപ്പ്. ഇതെല്ലാം റെസിപ്പി കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഇനി ഇതേപോലെ 5 വിസിൽ വന്നിട്ടുണ്ട്, കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് നന്നായിട്ട്. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇത് 90% കുക്കായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് റെസിപ്പിയിലോട്ട് പോകാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത പേസ്റ്റാണിത്. ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോക്കാത്തവർ നോക്കണം. പിന്നെ ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്കെങ്കിലും വലിയുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. പെട്ടെന്ന് സോട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പ് ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. ഒരു 10 മുതൽ 12 മിനിറ്റിന് ശേഷം മാത്രം നമ്മൾ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. 12 മിനിറ്റ് ശേഷം ഞാൻ നന്നായി ചുവന്ന് വന്നതിന് ശേഷം മാത്രം തക്കാളി, ഒരു പഴുത്ത തക്കാളി, 2 ചെറിയ പഴുത്ത തക്കാളിയും, ഒരു കൈപ്പിടി അളവ് മല്ലിയിലയും, ഒരു കൈപ്പിടി അളവ് പുതിന ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ സോട്ട് ചെയ്തെടുക്കാം. ഇത് കാണുന്നത് ഇത് എന്താണെന്ന് നമ്മൾ അടുത്തിടെ കാണുമ്പോൾ മനസ്സിലാവും. ഇത് ആക്ച്വലി നമ്മൾ ഈ ബോട്ടി നന്നാക്കി എടുക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന വില്ലൈ ആണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷയിലൊക്കെ ഇതിന് നമ്മൾ ആടിൻ്റെ ചീര എന്നൊക്കെയാണ് എൻ്റെ അതിന് പറയാറ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലോട്ട് തേങ്ങ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളെ മുറിച്ചത്, തേങ്ങ ചിരകി ചേർക്കുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെ കഷ്ണങ്ങളെ മുറിച്ച് ചേർക്കുന്നതായിരിക്കും. ഇനി ഇതൊരു 3 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചതിന് ശേഷം നമ്മുടെ വേവിച്ചു വെച്ചിട്ടുള്ള ബോട്ടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ടാവും. കാരണം ബോട്ടിക്ക് എപ്പോഴും നന്നായിട്ട് മസാലയാണ് ചേർക്കേണ്ടത്. അപ്പോഴേ അതിൻ്റെ ആ ഒരു മട്ടൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ ആ കുത്ത് സ്മെല്ല് മാറിക്കിട്ടുള്ളൂ. ഇനി ഈ ഒരു സ്റ്റേജിൽ വീണ്ടും 1 സ്പൂണോ 1.5 സ്പൂണോ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് നോക്കിയിട്ട് ഗരം മസാലയോ അല്ലെങ്കിൽ ക്യുമിൻ പൗഡർ, ജീരകം പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡർ ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വേവിച്ച് വെച്ചതിന് ശേഷം അതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് പെപ്പർ പൗഡറോ ഗരം മസാലയോ ചേർത്ത് കൊടുക്കുന്നതാണ് എരിവ് കൂടാനായിട്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ചേർത്തതിന് ശേഷം അവസാനം കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് നേരം കുക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ എളുപ്പമായിട്ടുള്ള റെസിപ്പിയാണത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് നമുക്ക് ഇഫ്താർ സമയത്തൊക്കെ റൊട്ടിയുടെ ഒപ്പം അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പം, ഇഡ്ഡലിയുടെ ഒപ്പം, ദോശയുടെ ഒപ്പം, ഇനി നെയ്ച്ചോറിൻ്റെ ഒപ്പം എല്ലാം നമുക്ക് കഴിക്കാം. ഈവൻ വെറുതെ നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ ആരും പലരും തട്ടുകടകളിൽ നിന്നായിരിക്കും ഇത് കഴിച്ചിട്ടുണ്ടാവാം. പലരുടെയും വീട്ടിൽ ഇത് വെക്കാറില്ല. അതിൻ്റെ മെയിൻ റീസൺ ഇതിന് പിന്നിലുള്ള ഒരു വലിയ പ്രൊസീജിയറാണ്. ഈ ബോട്ടി നന്നാക്കി എടുക്കുക എന്നുള്ളൊരു പ്രൊസീജിയറാണ്. പക്ഷേ അത് പഠിച്ചെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. അടുത്തൊരു വീഡിയോയിൽ അതെങ്ങനെയാണ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പലർക്കും അത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ
ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് ഞാൻ കരുതുന്നു. ഈ ബോട്ടി ഫ്രൈ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബോട്ടി ക്ലീൻ ചെയ്യുന്ന പ്രൊസീജിയറിൻ്റെ വീഡിയോയും കൂടി മറക്കാതെ കാണണം. എന്നിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിലും കൂടി എത്തിക്കുക, ഷെയർ ചെയ്യുക, എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി ഇതേപോലെയുള്ള വീഡിയോസ് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഓരോ റെസിപ്പികൾ ഉണ്ടാക്കാം എന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.